അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ വരദാനം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ഒരു മനുഷ്യന് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ വരദാനം അവൻ്റെ ആയുസ്സല്ല, അവനക്ക് കൊടുക്കുന്ന സമ്പത്തല്ല, അവനക്ക് കൊടുക്കുന്ന മക്കളല്ല, മറിച്ച് അള്ളാഹ് ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും ഹൈറായ വരദാനമെന്ന് പറയുന്നത് അവനക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹ് കൊടുക്കുക എന്നുള്ളതാണ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. ആരെങ്കിലും അവർക്ക് ക്ഷമിക്കേണ്ട ഒരു സാഹചര്യം വരികയും ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹ് അവർക്ക് ക്ഷമിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുക്കുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ്റെ ഹൃദയത്തിന് ക്ഷമിക്കാനുള്ള ശേഷി അള്ളാഹ് കൊടുക്കും, തൗഫീഖ് അള്ളാഹ് കൊടുക്കും. ആ തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവന് ഏറ്റവും വലിയ വിജയമാണ്, അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്, അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ്. ഒരാൾക്കും ക്ഷമയേക്കാൾ വലിയ വിശാലമായതും ഖൈറുള്ളതുമായ ഒരു വരദാനവും നൽകപ്പെട്ടിട്ടില്ല എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. അങ്ങനെയുള്ള നിഅമത്ത് അള്ളാഹ് കൊടുക്കുന്നത് അത്തരത്തിൽ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രതിസന്ധി ഒരാളിലേക്ക് വരികയും ആ പ്രതിസന്ധിയെ പ്രതിസന്ധിയായി കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിനെ നേരിട്ടുകൊണ്ട് ക്ഷമയോടുകൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, തവക്കുലാക്കിക്കൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റിസ്കിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന മുഅ്മിനായ മനുഷ്യരുണ്ടല്ലോ, അവർക്കാണ് അള്ളാഹ് ഈ കൊടുക്കുന്ന വരദാനം ലഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു തൗഫീക്ക് നമുക്ക് വേണം, എന്നാലേ നമുക്ക് എല്ലാ പ്രതിസന്ധികളും മറികടക്കാൻ സാധിക്കൂ. അള്ളാഹു അത്തരത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാനുള്ള ക്ഷമ അള്ളാഹു നൽകി ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.